next topic is role of lexical analyzer. എന്താണ് ലെക്സിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്? നമ്മൾ പഠിച്ചതാണ്. അതായത് നമ്മുടെ സോഴ്സ് പ്രോഗ്രാമിനെ റീഡ് ചെയ്ത് ലെഫ്റ്റ് ടു റൈറ്റ് റീഡ് ചെയ്ത് അതിനകത്തുനിന്ന് ടോക്കൺസ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ലെക്സിക്കൽ അനലൈസറിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. സോ അതുകൂടാണ്ട് എന്തൊക്കെ റോൾസ് ആണ് ലെക്സിക്കൽ അനലൈസറിന് ഒരു കമ്പൈലറിൽ ഉള്ളത് എന്നുള്ളതിനെ കുറിച്ചാണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പറയുന്നത്. സോ ലെക്സിക്കൽ അനലൈസറിൽ ആദ്യത്തെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രൊഡ്യൂസ് ടോക്കൺസ്. ടോക്കൺസിനെ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ബൈ സ്കാനിങ് ദി സോഴ്സ് പ്രോഗ്രാം. സോഴ്സ് പ്രോഗ്രാം സ്കാൻ ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ടോക്കൺസ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ദീസ് ടോക്കൺസ് വിൽ ബി പാസ്ഡ് ടു ദി പാഴ്സർ ഓർ സിൻടാക്സ് അനലൈസർ ഫോർ സിൻടാക്സ് അനാലിസിസ്. So this is an important role of lexical analyzer in compiler. Okay. So അപ്പോൾ ഇതിൽ ആക്ച്വലി ഇവിടെ നമുക്ക് ഇതുപോലെ ഒരു ലെക്സിക്കൽ അനലൈസർ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ഇൻപുട്ട് ആയിട്ട് അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ സോഴ്സ് പ്രോഗ്രാം ആയിരിക്കും. ദെൻ ഇതിൻ്റെ ഔട്ട്പുട്ട് നേരെ കൊടുക്കുന്നത് പാഴ്സറിലേക്കായിരിക്കും. ലെക്സിക്കൽ അനലൈസർ ഒരു ടോക്കൺ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ടോക്കൺ ആണ് പാഴ്സറിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. So that token will be passed to the parser and parser will go for the other processing. അതുപോലെ തന്നെ ഒരു ടോക്കൺ റിസീവ് ചെയ്തതിന് ശേഷം പാഴ്സർ അത് ഐഡൻറ്റിഫൈ ചെയ്ത് അടുത്ത പ്രോസസ്സിലേക്ക് വിടുന്നതിനോടൊപ്പം തന്നെ അടുത്ത ടോക്കൺ ഗെറ്റ് ചെയ്യാനുള്ള റിക്വസ്റ്റും കൂടി പാഴ്സർ ലെക്സിക്കൽ അനലൈസറിലേക്ക് കൊടുക്കുന്നുണ്ട്. സോ ഗെറ്റ് നെക്സ്റ്റ് ടോക്കൺ. സോ ഈ ഒരു നെക്സ്റ്റ് ടോക്കൺ റിക്വസ്റ്റ് കിട്ടിക്കഴിയുമ്പോഴാണ് ലെക്സിക്കൽ അനലൈസർ വീണ്ടും ഇതിൻ്റെ ബാക്കിയായിട്ട്, അതായത് ആദ്യത്തെ ടോക്കൺ ഐഡൻറ്റിഫൈ ചെയ്തതിൻ്റെ ബാക്കിയായിട്ട് സോഴ്സ് പ്രോഗ്രാം വീണ്ടും സ്കാൻ ചെയ്ത് അടുത്ത ടോക്കണിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റീഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ദെൻ അതോടൊപ്പം തന്നെ നമുക്കിവിടെ ഒരു സിമ്പിൾ ടേബിൾ ഉണ്ടാവും. ഈ സിമ്പിൾ ടേബിളിലേക്കുള്ള എൻട്രിയും റീഡിങ്ങും എല്ലാം ഈ ലെക്സിക്കൽ അനലൈസറിലും ഉണ്ട്. സോ അപ്പോൾ പാഴ്സറും ലെക്സിക്കൽ അനലൈസറും ഈ സിമ്പിൾ ടേബിളിനെ റീഡ് ചെയ്യുകയും മോഡിഫൈ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആസ് എ ടോക്കൺ ജനറേറ്റർ ഇങ്ങനെയാണ് ലെക്സിക്കൽ അനലൈസർ വർക്ക് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് രണ്ടാമത്തെ റോള് എന്ന് പറയുന്നത് സ്ട്രിപ്പിംഗ് ഔട്ട് കമന്റ്സ് ആൻഡ് വൈറ്റ് സ്പേസസ്. നമുക്കറിയാം നമ്മുടെ സോഴ്സ് പ്രോഗ്രാമിനകത്ത് നമ്മൾ പ്രോഗ്രാം എഴുതുന്ന സമയത്ത് നമ്മൾ അവിടെ കമൻറ്റ്സ് കൊടുക്കാറുണ്ട്, വൈറ്റ് സ്പേസസ് കൊടുക്കാറുണ്ട്. കമൻറ്റ്സ് നമ്മൾ എന്തിനാണ്? നമ്മുടെ പ്രോഗ്രാമിൻ്റെ റീഡബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഇൻസ്ട്രക്ഷൻസിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ അതിൽ ഒരു ഇൻസ്ട്രക്ഷൻസ് പോലെ, അത് ആക്ച്വലി കമ്പൈലർ പ്രോസസ്സ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് അല്ല. കമൻറ്റ്സ് ഒരിക്കലും ഒരു കമ്പൈലറും പ്രോസസ്സ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് അല്ല. നമ്മളത് പ്രോഗ്രാമിൻ്റെ റീഡബിലിറ്റിക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന യൂസർ കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കമൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റ് പ്രോഗ്രാം ജനറേഷന് വേണ്ടി നമുക്ക് കമൻറ്റ്സ് ആവശ്യമില്ല. സോ ഇൻ ദാറ്റ് കേസ് വി ക്യാൻ സ്ട്രിപ്പ് ഔട്ട് ദി കമൻറ്റ്സ്. അപ്പോൾ അത് ചെയ്യുന്നത് ലെക്സിക്കൽ അനലൈസേഴ്സ് ആണ്. അതുപോലെ തന്നെ വൈറ്റ് സ്പേസസ് ഉണ്ടായിരിക്കും. അതായത് നമ്മളിപ്പോൾ കീവേഡ്സ് ആണെങ്കിലും ഐഡൻറ്റിഫയേഴ്സ് ആണെങ്കിലും ഒരു പെർട്ടിക്കുലർ ഐഡൻറ്റിഫയർ അല്ലെങ്കിൽ കീവേഡ് യൂസ് ചെയ്തതിന് ശേഷം നമ്മളൊരു സ്പേസ് ഇട്ടായിരിക്കും അടുത്തതിലേക്ക് അടുത്ത ടോക്കൺ കൊടുക്കുന്നത്. സോ അത് നമുക്ക് ഒബ്ജക്റ്റ് പ്രോഗ്രാം ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ആവശ്യമില്ലാത്ത കേസാണ്. അപ്പോൾ വൈറ്റ് സ്പേസസിനെയും കമൻസിനെയൊക്കെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ റോള്, ലെക്സിക്കൽ അനലൈസറിൻ്റെ രണ്ടാമത്തെ റോൾ എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ ഈസ് കോറിലേറ്റിംഗ് എറർ മെസ്സേജസ്. കമ്പൈലർ ഏതൊരു ഫേസിൽ നിന്ന് വേണമെങ്കിലും കമ്പൈലറിന് എറർ ജനറേഷൻ പ്രൊവിഷൻ ഉണ്ട്. ഏത് പ്രോസസ്സിംഗ് ആണോ നടക്കുന്നത് ആ ഭാഗത്ത് ആയിരിക്കും ചിലപ്പോൾ എറർ ഉണ്ടാകുന്നത്. അപ്പോൾ ആ എറർ ഉണ്ടാകുന്ന സമയത്ത് ആ എറർ എവിടെയാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് സോഴ്സ് പ്രോഗ്രാമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ആ സോഴ്സ് പ്രോഗ്രാമുമായിട്ട് ഈ എറർ മെസ്സേജിനെ കോറിലേറ്റ് ചെയ്യിപ്പിക്കുന്നത് ഈ ലെക്സിക്കൽ അനലൈസേഴ്സ് ആണ്. സോ ഇറ്റ് ക്യാൻ കോറിലേറ്റ് എറർ മെസ്സേജസ്. Then fourth one is make a copy of the source program
with error messages. With error messages marked on it. അപ്പോൾ നമ്മൾ എറർ കണ്ടു കഴിഞ്ഞാൽ ആ എററിനെ സോഴ്സ് പ്രോഗ്രാമായിട്ട് കോറിലേറ്റ് ചെയ്യണം. കോറിലേറ്റ് ചെയ്തതിനോടൊപ്പം തന്നെ സോഴ്സ് പ്രോഗ്രാമിൻ്റെ ഒരു കോപ്പി ഉണ്ടാക്കിയിട്ട് ആ കോപ്പിക്കകത്ത് എറർ മെസ്സേജസ് മാർക്ക് ചെയ്ത് കാണിക്കുക എന്നുള്ളത്. ഈ ഇത്രയും കാര്യങ്ങളും ചെയ്യുന്നത് ലെക്സിക്കൽ അനലൈസേഴ്സ് ആണ്. സോ അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ സി ഒക്കെ പ്രോഗ്രാം കമ്പൈൽ ചെയ്ത് കഴിയുമ്പോൾ, ഏതൊരു പ്രോഗ്രാം ആണെങ്കിലും കമ്പൈൽ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ആ ഒരു സോഴ്സ് പ്രോഗ്രാമിനകത്ത് ഏത് ലൈനിലാണ് എറർ, എന്ത് എററാണ് വന്നിരിക്കുന്നത് എന്നുള്ളതെല്ലാം നമുക്ക് കാണിച്ചു തരാറുണ്ട്. അപ്പോൾ അതെല്ലാം വരുന്നത് ഈ ലെക്സിക്കൽ അനലൈസറിൻ്റെ ഈ ഒരു കോറിലേഷൻ ആൻഡ് സോഴ്സ് പ്രോഗ്രാം എറർ മാർക്കിംഗ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു എറർ മെസ്സേജും കാര്യങ്ങളും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ ഈ ഒരു നാല് കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ ലെക്സിക്കൽ അനലൈസർ കൊണ്ടുള്ള യൂസസ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ഈസ് ഇഷ്യൂസ് ഇൻ ലെക്സിക്കൽ അനാലിസിസ്. ലെക്സിക്കൽ അനാലിസിസ് ചെയ്യുന്ന അല്ലെങ്കിൽ ലെക്സിക്കൽ അനലൈസേഴ്സ് എന്തൊക്കെ ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടി വരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. അതായത് ഫസ്റ്റ് വൺ ഈസ് സിംപ്ലർ ഡിസൈൻ. ലെക്സിക്കൽ അനലൈസറിനെ നമ്മൾ സിൻടാക്സ് അനാലിസിസ് ചെയ്യുന്ന സെപ്പറേറ്റ് ഇത് യൂസ് ചെയ്യുവാണെങ്കിൽ, നമുക്കറിയാം നമ്മൾ നേരത്തെ കമ്പൈലറിൻ്റെ ഫേസസ് പഠിച്ച സമയത്ത് ലെക്സിക്കൽ അനാലിസിസ്, സിൻടാക്സ് അനാലിസിസ് ഇതെല്ലാം ഓരോരോ ഫേസസ് ആയിട്ട് തന്നെയാണ് പഠിച്ചത്. അതേസമയം നമ്മൾ കൺസ്ട്രക്ഷൻ ടൂൾസ്, കമ്പൈലർ കൺസ്ട്രക്ഷൻ ടൂൾസ് പറഞ്ഞ സമയത്ത് അതിനകത്ത് നമുക്ക് ഒന്നിലധികം ഫേസസിനെ ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് ഉള്ള ടൂൾസ് അവൈലബിൾ ആണ്. അതേസമയം നമ്മുടെ കമ്പൈലറിൻ്റെ അല്ലെങ്കിൽ ലെക്സിക്കൽ അനാലിസിസ് എപ്പോഴും സിംപ്ലർ ഡിസൈനായിട്ട് വേണം നിൽക്കാനായിട്ട്, എങ്കിൽ മാത്രമേ നമ്മുടെ കമ്പൈലറിന് എഫിഷ്യൻസി കൂടുതലുള്ളൂ. സോ ഇപ്പോൾ കമ്പൈലർ എഫിഷ്യൻസി ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ദ ലെക്സിക്കൽ അനലൈസർ. സോ ഏതൊരു പ്രോസസ്സ് നമ്മൾ ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മളിവിടെ സ്പെഷ്യലൈസ്ഡ് ബഫറിംഗ് ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യണം. ഓക്കെ, കമ്പൈലർ എഫിഷ്യൻസി നമ്മൾ കൂട്ടാൻ വേണ്ടിയിട്ട് സ്പെഷ്യലൈസ്ഡ് ബഫറിംഗ് ടെക്നിക്സ് യൂസ് ചെയ്യും. സോ ലെക്സിക്കൽ അനലൈസർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളാണ്. ഒന്നാമത് സിംപ്ലർ ഡിസൈൻ ആയിരിക്കണം. അതായത് നമ്മൾ മാക്സിമം സിൻടാക്സ് അനാലിസിസിൽ നിന്ന് ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് ലെക്സിക്കൽ അനാലിസിസ് ഒരു ഫേസ് ആയിട്ട് നടത്തണം. രണ്ടാമത് പറയുന്നത് കമ്പൈലറിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യലൈസ്ഡ് ബഫറിംഗ് ടെക്നിക്സ് ലെക്സിക്കൽ അനാലിസിസിന് വേണ്ടി യൂസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ബഫറിംഗ് ടെക്നിക്സ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ നോർമലി ലെക്സിക്കൽ അനാലിസിസിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഴ്സ് പ്രോഗ്രാമിനെ സ്കാൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സോഴ്സ് പ്രോഗ്രാം നമ്മൾ മെമ്മറിയിലേക്ക് കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു ബഫറിൽ സ്റ്റോർ ചെയ്തിട്ട്, ഒരു മെമ്മറിയിൽ ഒരു പോർഷനിൽ സ്റ്റോർ ചെയ്തിട്ട് അതിനെ നമ്മൾ സ്കാൻ ചെയ്ത് വേണം യൂസ് ചെയ്യാനായിട്ട്, ടോക്കൺസിനെ ജനറേറ്റ് ചെയ്യാനായിട്ട്. സോ അപ്പം ഏറ്റവും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ബഫറിംഗ് ടെക്നിക്സ് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിലൂടെ ഇതിൻ്റെ എഫിഷ്യൻസി കൂട്ടാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ദെൻ കമ്പൈലറിൻ്റെ പോർട്ടബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻപുട്ട് ആൽഫബറ്റ്, നമ്മൾ സോഴ്സ് പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന ഇൻപുട്ട് ആൽഫബറ്റ് പെക്യുലിയാരിറ്റീസും അതർ സ്പെസിഫിക് അനോമലീസും എല്ലാം തന്നെ റെസ്ട്രിക്റ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ ചില സോഴ്സ് പ്രോഗ്രാംസ് ഉണ്ട്, പാസ്കൽ പോലെയുള്ള സോഴ്സ് പ്രോഗ്രാംസിലൊക്കെ ആണെങ്കിൽ അതിൽ സ്പെഷ്യൽ ആയിട്ടുള്ള കുറേ സിമ്പിൾസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. സ്റ്റാൻഡേർഡ് സിമ്പിൾസും ഉണ്ട്, നമ്മൾ നോൺ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സിമ്പിൾസും ഉണ്ട്. ഇപ്പം പാസ്കൽസിലൊക്കെ ആദ്യത്തെ ഒക്കെ ലാംഗ്വേജസിലെല്ലാം തന്നെ നോൺ സ്റ്റാൻഡേർഡ് സിമ്പിൾസ് ഒക്കെ യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു യൂസേജ് എന്ന് പറയുന്നത് മാക്സിമം ഇതിന്ന് ഐസൊലേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ലെക്സിക്കൽ അനലൈസറിൽ അങ്ങനത്തെ സിമ്പിൾസ് മാക്സിമം അവോയ്ഡ് ചെയ്ത് അല്ലെങ്കിൽ റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ ലെക്സിക്കൽ അനലൈസറിനെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി. എങ്കിൽ മാത്രമേ നമുക്ക് കമ്പൈലർ പോർട്ടബിലിറ്റി കൂട്ടാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അപ്പം ഒരു ലെക്സിക്കൽ അനലൈസർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇത്രയും ഇഷ്യൂസ് ആണ് നമ്മൾ ഫേസ് ചെയ്യേണ്ടത്. അതായത് ഇത്രയും ഇഷ്യൂസ് ആണ് നമ്മൾ സോൾവ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സിംപ്ലർ ഡിസൈൻ ആയിരിക്കണം, കമ്പൈലർ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി സ്പെഷ്യലൈസ്ഡ് ബഫറിംഗ് ടെക്നിക്സ് യൂസ് ചെയ്യണം, ദെൻ കമ്പൈലർ പോർട്ടബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഇൻപുട്ട് ആൽഫാബറ്റ് പെക്യുലാരിറ്റീസിനെ റെസ്ട്രിക്റ്റ് ചെയ്യണം.
ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. സോ ഇപ്പോൾ നമ്മൾ പറഞ്ഞു കമ്പൈലർ എഫിഷ്യൻസിക്ക് നമ്മൾ സ്പെഷ്യലൈസ്ഡ് ബഫറിംഗ് ടെക്നിക്സ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ടോപ്പിക്കാണ് അടുത്ത് നമ്മൾ പഠിക്കുന്നത്, ഇൻപുട്ട് ബഫറിംഗ് എന്താണെന്നുള്ളത്. ഓക്കെ, ഇൻപുട്ട് ബഫറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെക്സിക്കൽ അനലൈസർ ടോക്കൺസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ സോഴ്സ് പ്രോഗ്രാമിനെ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ചിലപ്പം ഹോൾ പ്രോഗ്രാമിനെ കൊണ്ടുവന്ന് ഒരു ബഫറിലേക്ക് സ്റ്റോർ ചെയ്യും, അല്ലെങ്കിൽ പ്രോഗ്രാമിൻ്റെ പാർട്ടായിട്ട് കൊണ്ടുവന്ന് ഒരു ബഫറിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് ആ ബഫറിനകത്തുനിന്ന് റീഡ് ചെയ്തായിരിക്കും നമ്മൾ ടോക്കൺസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പം അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇൻപുട്ട് ബഫറിംഗ് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബഫേഴ്സ് യൂസ് ചെയ്യുന്നത് നോർമലി നമുക്ക് ഇതിൽ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 n ക്യാരക്ടർ ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്ന ബഫേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇൻപുട്ട് ബഫറിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻപുട്ട് ബഫർ എന്ന് പറയുന്നത്, ഇപ്പോൾ ഇത്രയും സ്പേസ് ഉള്ള ഒരു ബഫർ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ബഫറിനെ നമ്മൾ 2 ഹാഫായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കും. ഈ ഹാഫ് എന്ന് പറയുന്നത്, അതായത് ഇതൊരു n ക്യാരക്ടർ ഹാഫാണ്, ഇതൊരു n ക്യാരക്ടർ ഹാഫാണ്. ഇനി ഈ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. എത്ര നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് നമുക്ക് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇതെന്ന് പറയുന്നത് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഓൺ വൺ ഡിസ്ക് ബ്ലോക്ക്. ഒരു ഡിസ്ക് ബ്ലോക്കിൻ്റെ സൈസിനനുസരിച്ചായിരിക്കും ഈ n ക്യാരക്ടേഴ്സ് വരുന്നത്. യൂഷ്വലി ഇത് 1024 അല്ലെങ്കിൽ 4096 ആയിരിക്കും സൈസ് എന്ന് പറയുന്നത്. അതായത് ഒരു തവണ ഒരു ഡിസ്ക് ബ്ലോക്ക് നമ്മൾ എപ്പോഴും പ്രോഗ്രാംസിനെ റൈറ്റ് ചെയ്യുന്നത് മെയിൻ മെമ്മറിയിലേക്ക് കൊണ്ടുവരുന്നത് ബ്ലോക്സ് ആയിട്ടായിരിക്കും. അപ്പോൾ ആ ബ്ലോക്കിൻ്റെ സൈസിനനുസരിച്ചായിരിക്കും ഇവിടെ നമ്മൾ ഈ ഒരു ഇൻപുട്ട് ബഫറിൻ്റെ സൈസ് ഫിക്സ് ചെയ്യുന്നത്. നോർമലി അത് 1024 അല്ലെങ്കിൽ 4096 ആയിരിക്കും വരുന്നത്. എനിവേ നമ്മുടെ ഇൻപുട്ട് ബഫറിങ്ങിൽ യൂസ് ചെയ്യുന്ന ഹോൾ ബഫറിനെ നമ്മൾ 2 ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ ഹാഫും n ക്യാരക്ടർ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ആയിരിക്കും. ആ n എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിനകത്തുള്ള ഡിസ്ക് ബ്ലോക്കിൻ്റെ സൈസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, സോ അപ്പം ഇതിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെക്സിക്കൽ അനലൈസർ ഫസ്റ്റ് ടൈം സോഴ്സ് പ്രോഗ്രാമിനെ റീഡ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന ഈ n സൈസ് എത്രയാണോ അത്രയും നമ്പർ ഓഫ് ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്ന് നേരെ ഈ ഫസ്റ്റ് ലെഫ്റ്റ് ഹാഫിലേക്ക് ലോഡ് ചെയ്യും. ഓക്കെ, യൂസിങ് സിസ്റ്റം റീഡ് കമാൻഡ്. സിസ്റ്റം റീഡ് കമാൻഡ് യൂസ് ചെയ്തിട്ടാണ് നോർമലി ഈ ഒരു റീഡിങ് നടക്കുന്നത്. ഇപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം റീഡ് ചെയ്ത് ആ ഒരു ഹാഫ് ഇവിടെ നമുക്ക് ഫില്ല് ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ ആ തരുന്നത് നമ്മളിവിടെ വെക്കുന്നു. ദെൻ അതിനുശേഷം ലെക്സിക്കൽ അനലൈസർ ഇതിനകത്തുനിന്ന് ഓരോ ക്യാരക്ടർ ബൈ ക്യാരക്ടർ റീഡ് ചെയ്തിട്ട് ആ റീഡ് ചെയ്യുന്നത് ടോക്കൺസുമായിട്ട് പാറ്റേണുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. മാച്ച് ചെയ്യുവാണെങ്കിൽ അതൊരു ടോക്കണായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി അതോടൊപ്പം തന്നെ ഇതിനകത്ത് 2 പോയിന്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. 2 പോയിന്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. വൺ ഫോർവേഡ് പോയിന്റർ, ഒരെണ്ണം എന്ന് പറയുന്നത് ഫോർവേഡ് പോയിന്ററും രണ്ടാമത്തേത് ലെക്സിൻ ബിഗിനിങ് എന്ന് പറയുന്ന ഒരു പോയിന്റ്. ഇങ്ങനെ 2 പോയിന്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ലെക്സിൻ ബിഗിനിങ് ആൻഡ് ഫോർവേഡ് പോയിന്റർ. ലെക്സിൻ ഇനിഷ്യലി 2 പോയിന്ററും ഒരിടത്തായിരിക്കും പോയിന്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഹാഫിലേക്ക് റീഡിങ് നടത്തുന്ന സമയത്ത് ഇത് ഫസ്റ്റ് ഇവിടെ ആയിരിക്കും പോയിന്റ് ചെയ്യുന്നത്, 2 ഒരേ സ്ഥലത്തേക്കായിരിക്കും പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഒരു ക്യാരക്ടറിനെ ഇവിടെ റീഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഫോർവേഡ് പോയിന്റർ നേരെ ഒന്ന് അഡ്വാൻസ് ചെയ്യും. ദെൻ ആ ക്യാരക്ടറിനെ റീഡ് ചെയ്തിട്ട് അത് വൈറ്റ് സ്പേസോ അല്ലെങ്കിൽ വേറെ സിമ്പിൾസോ ഒന്നും അല്ല എങ്കിൽ വീണ്ടും അടുത്ത് ഫോർവേഡിനെ വീണ്ടും മൂവ് ചെയ്യും. അങ്ങനെ ഒരു കംപ്ലീറ്റ് പാറ്റേൺ കിട്ടുന്നത് വരെ വരെയുള്ള ക്യാരക്ടേഴ്സിനെ റീഡ് ചെയ്യും. ഒരു പാറ്റേൺ കിട്ടിക്കഴിയുമ്പോഴത്തേനും അതൊരു ടോക്കൺ ആയിട്ട് കൺസിഡർ ചെയ്ത് ആ ടോക്കണിനെ മാറ്റി വെക്കും. അതിനുശേഷം അടുത്ത ടോക്കൺ ഗെറ്റ് നെക്സ്റ്റ് ടോക്കൺ എന്ന് പറയുന്ന സമയത്ത് നേരെ ഈ പോയിന്റർ, അതായത് ഈ ലെക്സിൻ ബിഗിനിങ് എന്നുള്ള പോയിന്റർ നേരെ
ഫോർവേഡിന് തൊട്ടടുത്ത ഇതിലേക്ക് സെറ്റ് ചെയ്യും, ഫോർവേഡും അവിടെ തന്നെ ആവും. അപ്പോൾ രണ്ടുപേരും ഒരിടത്ത് വീണ്ടും എത്തും. എഗെയിൻ അടുത്ത വീണ്ടും ഈ ക്യാരക്ടേഴ്സിനെ റീഡ് ചെയ്യുന്നു, റീഡ് ചെയ്ത് ഇതിങ്ങനെ അഡ്വാൻസ് ചെയ്ത് പോകുന്നു. ദെൻ ഈ ഒരു ഹാഫ് എത്തുന്ന സമയത്ത് ഈ ഒരു ഹാഫ് എത്തുമ്പോൾ നമ്മുടെ ഓൾറെഡി റീഡ് ചെയ്ത ഇൻപുട്ട് ക്യാരക്ടേഴ്സ് തീരുവാണ്. അപ്പോൾ ഫോർവേഡ് ഇനി അഡ്വാൻസ് ചെയ്യണം എങ്കിൽ ഉടനെ തന്നെ വീണ്ടും അടുത്ത റീഡ് കമാൻഡ് ഇഷ്യൂ ചെയ്യും. അടുത്ത റീഡ് കമാൻഡ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അടുത്ത ഹാഫ് ബഫറിൻ്റെ ഹാഫിലേക്ക് നെക്സ്റ്റ് ഇതുവരെ റീഡ് ചെയ്തതിൻ്റെ ബാക്കി സോഴ്സ് പ്രോഗ്രാം കൊണ്ടുവന്ന് ലോഡ് ചെയ്യും. വീണ്ടും ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പോകും. എന്നിട്ട് അവസാനം ഫോർവേഡ് ഇവിടെ എത്തിയെന്ന് വിചാരിക്കുക. ഫോർവേഡ് പോയിന്റർ ഇവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ വീണ്ടും ഒരു റീഡ് കമാൻഡ് ഇഷ്യൂ ചെയ്യും. റീഡ് കമാൻഡ് ഇഷ്യൂ ചെയ്ത് കഴിയുമ്പോഴത്തേനും നേരെ ഇതിൻ്റെ ബാക്കിയായിട്ടുള്ള പോർഷൻ റീഡ് ചെയ്ത് കൊണ്ടുവന്ന് ലെഫ്റ്റ് ഹാഫിലേക്ക് ലോഡ് ചെയ്യും. ദെൻ അഗെയിൻ ദിസ് പ്രോസസ് വിൽ റിപ്പീറ്റ്. അപ്പോൾ ഓരോ തവണ ഇവിടെ ക്യാരക്ടർ റീഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ ഹാഫ് എത്തിയോ എന്നുള്ള ഒരു ചെക്കിങ്ങും കൂടി ഉണ്ട്. ഹാഫ് എത്തിയോ എന്നും നോക്കണം, ഫയൽ റീഡ് ചെയ്ത് കഴിഞ്ഞോ എന്നും നോക്കണം. ഇങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് ചെക്കിംഗ് ഇവിടെ വരുന്നുണ്ട്. രണ്ട് ചെക്കിംഗ് എന്ന് പറയുന്നത്, ഒന്നാമത് ബഫർ ഹാഫ് എത്തിയോ എന്നറിയണം, അപ്പോൾ അതിനൊരു ചെക്കിംഗ് നടത്തണം. രണ്ടാമത് സോഴ്സ് പ്രോഗ്രാം എൻഡ് ഓഫ് ഫയൽ ആയോ എന്നുള്ള ചെക്കിംഗ്. ഇങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് ചെക്കിംഗ് ആണ് ഈ ഒരു മെത്തേഡിൽ ചെയ്യുമ്പം നടക്കുന്നത്. ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ബഫർ പെയേഴ്സ് എന്ന് പറഞ്ഞുള്ള മെത്തേഡാണ്. ബഫർ പെയേഴ്സ് എന്നുള്ള മെത്തേഡാണ് ഈ പറഞ്ഞത്, രണ്ട് ബഫർ ഹാഫായിട്ട് ഡിവൈഡ് ചെയ്ത് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് ആണ് ഈ പറഞ്ഞ രണ്ട് ടൈപ്പ് ഓഫ് ചെക്കിങ് നമുക്കിവിടെ വരുന്നുണ്ട് എന്നുള്ളത്. ബഫർ ഹാഫ് ആയോ എന്ന് അറിയണം, എൻഡ് ഓഫ് ഫയൽ ആയോ എന്ന് അറിയണം. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ എൻഡ് ഓഫ് ഫയൽ എന്ന് പറഞ്ഞാൽ സോഴ്സ് പ്രോഗ്രാം റീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് റീഡിങ് കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ, ഇതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് ടെക്നിക്കാണ് നമ്മൾ സെന്റിനൽസ് എന്ന് പറയുന്നത്. സെന്റിനൽസ് ആക്ച്വലി ഇതിൽ വേറൊന്നുമില്ല, നമ്മുടെ ഈ സെയിം മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ രണ്ട് പോയിന്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, രണ്ട് ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹാഫ് തീരുന്ന സ്ഥലത്ത് നമ്മളിവിടെ ഒരു EOF എന്ന് പറയുന്ന സെന്റിനൽ പ്ലേസ് ചെയ്യും. ഈ സെന്റിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സ്പെഷ്യൽ ക്യാരക്ടർ, എനി സ്പെഷ്യൽ ക്യാരക്ടർ. സെന്റിനൽസ് എന്ന് പറയുന്നത് എനി സ്പെഷ്യൽ ക്യാരക്ടർ which is not available in this source program. സോഴ്സ് പ്രോഗ്രാമിലുള്ള ക്യാരക്ടർ നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സോഴ്സ് പ്രോഗ്രാമിലുള്ളതാണോ അതോ ഈ ഇവിടുത്തെ എൻഡ് ആയതാണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ചെക്കിങ് കൂടുതൽ വേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കൺഫ്യൂഷൻ വരും അല്ലേ. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ സെന്റിനലായിട്ട് യൂസ് ചെയ്യുന്നത് സോഴ്സ് പ്രോഗ്രാമിൽ ഇല്ലാത്ത എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കൊടുത്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നോർമലി ഇത് UOF ആണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഫർ ഹാഫ് ആയാലും എൻഡ് ഓഫ് ഫയൽ ആയാലും നമുക്കിവിടെ ഇത് ഒരൊറ്റ ചെക്കിങ്ങിൽ തന്നെ അറിയാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ UOF കണ്ടു കഴിഞ്ഞാൽ മാത്രം ഇത് എൻഡ് ഓഫ് ഫയലിന് വേണ്ടിയിട്ടുള്ളതാണോ ബഫർ ഹാഫിന് വേണ്ടിയിട്ടുള്ളതാണോ എന്ന് നോക്കിയാൽ മതി. അങ്ങനെ നമുക്ക് ഈ ഓരോ തവണയുള്ള രണ്ട് ചെക്കിങ് ഒഴിവാക്കി ഒറ്റ ചെക്കിങ് ആയിട്ട് മാറ്റാൻ പറ്റും. ഈ ഒരു മെത്തേഡിനാണ് നമ്മൾ സെന്റിനൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വലി സെന്റിനൽസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്പെഷ്യൽ ക്യാരക്ടർ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ സ്പെസിഫൈയിങ് ദ എൻഡ് ഓഫ് ബഫർ ഹാഫ്. അപ്പോൾ അത് എന്ന് പറയുന്നത് സോഴ്സ് പ്രോഗ്രാമിൽ ഇല്ലാത്ത ഒരു പോർഷൻ ആയിരിക്കും വരുന്നത്. ഇതാണ് സെന്റിനൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻപുട്ട് ബഫറിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നത്. ഈ രണ്ട് മെത്തേഡ്സ് ആണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ബഫർ പെയേഴ്സ് എന്ന് പറയുന്ന മെത്തേഡാണ്. ഈ മെത്തേഡിൻ്റെ ഒരു ചെറിയൊരു എക്സ്റ്റെൻഡഡ് വെർഷനാണ് സെന്റിനൽസ് യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡ്. ഇങ്ങനെ രണ്ട് ഇൻപുട്ട് ബഫറിംഗ് മെത്തേഡ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കാരണം മിക്ക എക്സാംസിന് ഇത് ചോദിക്കാറുണ്ട്. സെന്റിനൽസ് എന്താണെന്ന് ചോദിക്കാറുണ്ട്, ഇൻപുട്ട് ബഫറിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞ് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കറക്റ്റായിട്ട് ഒന്ന് വായിച്ചു വെച്ചേക്കുക. ഓക്കെ, ഇനി നമ്മൾ ഈ പറഞ്ഞതിൽ ഒന്ന് രണ്ട് ടേംസ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ടേംസ് ഒന്നുകൂടി ഒന്ന് ക്ലിയർ ആക്കുവാണ്. ആദ്യം ടോക്കൺ എന്താണ് എന്നുള്ളത്. ടോക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സെറ്റ് ഓഫ് സ്ട്രിങ്സ് ഇൻ ദ ഇൻപുട്ട്. നമ്മൾ
സോഴ്സ് പ്രോഗ്രാമിൽ കൊടുത്തിരിക്കുന്ന സെറ്റ് ഓഫ് സ്ട്രിങ്സിനെയാണ് നമ്മൾ ടോക്കൺസ് എന്ന് പറയുന്നത്. ദെൻ വേറൊരു വേർഡ് ഉണ്ട്, പാറ്റേൺ. പാറ്റേൺ ഈസ് ദ റൂൾ അസോസിയേറ്റഡ് with the token. Then another word is lexeme. Lexeme is the sequence of characters in the source program that is matched by the pattern for a token. ഇതാണ് ഈ 3 വേർഡ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ടോക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് സോഴ്സ് പ്രോഗ്രാം റീഡ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് നമുക്ക് കിട്ടുന്ന ഏതൊരു സെറ്റ് ഓഫ് സ്ട്രിങ്സ് എടുത്താലും അതിന് നമ്മൾ ടോക്കൺ എന്നാണ് പറയുന്നത്. അതേസമയം പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടോക്കണുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന റൂളിനെയാണ് നമ്മൾ പാറ്റേൺ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഐഡൻറ്റിഫയർ ആണെങ്കിൽ ഐഡൻറ്റിഫയറിന് ഒരു റൂളുണ്ട്. ഐഡൻറ്റിഫയർ ഷുഡ് നോട്ട് സ്റ്റാർട്ട് വിത്ത് എ നമ്പർ ഓർ ഡിജിറ്റ്. എപ്പോഴും ഐഡൻറ്റിഫയർ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആൽഫബറ്റിലായിരിക്കണം എന്നുള്ള ഒരു റൂളുണ്ട്. അതുപോലെ അതിനകത്ത് സ്പെഷ്യൽ ക്യാരക്ടേഴ്സുമായിട്ട് വരാൻ പറ്റുന്നത് അണ്ടർസ്കോർ മാത്രമേ വരാൻ പാടുള്ളൂ എന്നൊരു റൂളുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെയാണ് ഈ പറയുന്ന ആ റൂൾസിനെയാണ് നമ്മൾ പാറ്റേൺ എന്ന് പറയുന്നത്. സോ ആ റൂൾസ് മാച്ച് ചെയ്യുന്ന ടോക്കൺസ് അതിനെയാണ് നമ്മൾ ലെക്സീം എന്ന് പറയുന്നത്. സോ അപ്പോൾ ഒരു ടോക്കൺ കീവേഡോ അല്ലെങ്കിൽ ഐഡൻറ്റിഫയറോ ആണ് എന്ന് നമ്മൾ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ലെക്സീം എന്ന് പറയുന്നത്. ഓക്കെ.